എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് അൾത്താര എന്ന സമയത്ത് കേട്ട സാക്ഷ്യം എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ്. അത് ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ.